ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. കാരണം അത് പരിഹരിക്കും. കാരണം മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഞാൻ ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റു വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്രാഫിക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതെല്ലാം നമ്മൾ ദൂരീകരിക്കും. പിന്നെ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം MLA മാർ രണ്ടുപേരുണ്ട്. അവരുടെ ചില ആശയങ്ങളുണ്ട്, അവരുടെ ചില ആശങ്കകളുമുണ്ട്. അതുകൂടി ദൂരീകരിച്ച് നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഉന്നയിക്കുന്ന ആശയങ്ങൾ കേട്ടതിന് ശേഷം നമ്മളതിന് പരിഹാരം കാണും. അപ്പോൾ അത് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കുഴപ്പമില്ല, ബസ്സിനൊന്നൊരു ഷോർട്ടേജും ഇല്ല. ആ കാര്യത്തിൽ 2-3 ദിവസത്തേക്ക് 13, 14, 15, 16 ഈ ദിവസങ്ങളിൽ എത്ര ബസ് വേണമെങ്കിലും തരാം, എവിടെ നിന്നാണെങ്കിലും എടുത്തു തരാം. അതിനൊന്നും ഒരു ആശങ്ക ആർക്കും വേണ്ട. അത് ഈ ബസ്സിനെ തടഞ്ഞിടരുത്. KSRTC ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല. ഓരോ പോലീസ് കോൺസ്റ്റബിളും ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന അത് പറ്റില്ല. KSRTC കടത്തി വിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അവിടെ വന്നിട്ടുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. ADGP രാവിലെ വന്നിരുന്നു എന്ന് എനിക്ക് സംസാരിച്ചു. അതിൻ്റെ മുമ്പിൽ നിന്ന് കയറിയിരുന്ന് പിന്നെ ശരണം വിളി സമരവും നടത്തരുത്. അതും തെറ്റാണ്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഞാൻ ദൈവവിശ്വാസി പറയാൻ മടിയില്ലാത്ത ആളാണ്. ഏറ്റവും കൂടുതൽ തവണ ശബരിമല പോയിട്ടുള്ള ആളായിരിക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ മാസവും പോകുകയാണ്. അന്ന് ഇതുപോലെ വെളിച്ചവും ടാറ് കോൺക്രീറ്റ് ചെയ്ത റോഡൊന്നുമില്ല. ഈ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിച്ച് രാത്രി 2 പേര് 3 പേരായിട്ട് ഇരുട്ടത്ത്, ലൈറ്റൊന്നുമില്ല. പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായി പോകും. മഴയൊക്കെ ഉള്ളപ്പോൾ കർക്കിടക വരെ കയറി പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത് പറയരുത്. അങ്ങനെയൊന്നും കാര്യം സമരം ചെയ്യാനല്ലല്ലോ നമ്മൾ ശബരിമലയിലേക്ക് വരുന്നത്. അസൗകര്യം ഉണ്ടാവില്ല. ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും. അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല. ഒരു എന്തിനും നമ്മളവിടെ ഒരു മാർഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റും. നമ്മൾ ഭക്തിയമായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മടങ്ങും. അവിടെ ക്ഷമയാണ്. അയ്യപ്പന് വേണ്ട 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ്. അസഭ്യം പറയില്ല, ദേഷ്യപ്പെടില്ല. നമ്മുടെ നാട്ടിലറിയില്ല. കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കൂരും പറയുന്നത്. ഈ വ്രതം എടുക്കുന്നത് മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതിന് വരുമ്പോൾ അത് ചെയ്യുക, ശരണം വിളിക്കുക. അല്ലെ ബസ്സിൻ്റെ മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർ കൂടി തടസ്സം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കുന്നു. പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആരോഗ്യം. ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്. ഒളിച്ചും പാത്തും പറയുന്നത് നിയമസഭയിൽ എത്തിയ പ്രസംഗം നടത്തിയിരിക്കും. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുക. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണും. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകും. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുകയാണ്. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നത്. ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നു. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യ എന്നുള്ളതിനൊരു കാഴ്ചപ്പാട്. ഞാൻ നിയമസഭയിൽ എഴുതിയ പ്രസംഗം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പുറമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം. കൂപ്പണുണ്ട്, എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്ന് കൊടുക്കും. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ. വഴിപാടല്ലേ വേണ്ട, പ്രസാദമല്ലേ. അപ്പം നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത് ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവരസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് വാവരസ്വാമിയുടെ അടുത്ത് പിന്നെ മാളികപ്പുറത്ത് പോയി വാവരസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതിക്കും. ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ വിശ്രമിക്കാമല്ലോ.